പി.വി. അൻവറിനെ യു.ഡി.എഫിൽ എടുക്കുന്നതിൽ കോൺഗ്രസിൽ ഭിന്നത. മുഖ്യമന്ത്രിക്കൊപ്പം നിന്ന് കോൺഗ്രസ് നേതാക്കളെ വേട്ടയാടിയത് മറക്കരുതെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. മലപ്പുറത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ വികാരം പരിഗണിക്കണമെന്നും ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങരുതെന്നും അഭിപ്രായമുണ്ട്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹൻ ഒപ്പമുണ്ട്. പ്രജിത്ത്, പി.വി. അൻവർ യു.ഡി.എഫിലേക്ക് വരുന്നു എന്ന സൂചനകൾ, അത് കോൺഗ്രസ്സുകാരനായി തിരിച്ചു വരുമോ, ലീഗിൻ്റെ ആശീർവാദത്തോടെ വരുമോ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ രാഷ്ട്രീയ ഉപരിതലത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൽ ഭിന്നതയുണ്ട്, അത് സ്വാഭാവികവുമാണ്. അൻവർ വന്നാൽ നിലമ്പൂർ സീറ്റിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആര് മത്സരിക്കും? ആര്യാടൻ ഷൗക്കത്ത് എന്തു ചെയ്യും? അല്ലെങ്കിൽ മറ്റൊരാൾ അവിടേക്ക് കണ്ണു നട്ടുതിരിപ്പുണ്ടെങ്കിൽ അയാൾ എന്തു ചെയ്യും? അങ്ങനെ വലിയൊരു പ്രശ്നം അവിടെ ഉടലെടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ സീറ്റ് കൊടുക്കൂ എന്ന് പോലും കഴിഞ്ഞ ദിവസം ലീഗിനോട് കോൺഗ്രസിലെ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് നമ്മൾ കണ്ടതാണ്. ഏതായാലും മുഖ്യമന്ത്രിക്കൊപ്പം നിന്ന് കോൺഗ്രസ് നേതാക്കളെ തെറിവിളിച്ച, കുറ്റം പറഞ്ഞ, വേട്ടയാടിയ അൻവർ തിരിച്ചെത്താൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്നത് എന്താണ്? വലിയ വിമർശനങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ തന്നെ അൻവറിൻ്റെ യു.ഡി.എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലവിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് ഒരു അഭിപ്രായം, ഒരു നിലപാട് അത് ഏകീകൃതമായി അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് തിരുവനന്തപുരത്ത് KPCCയുടെ ഭാരവാഹി യോഗമൊക്കെ ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ ഈ വിഷയം എന്തായാലും ചർച്ചയാകും. അതോടൊപ്പം തന്നെ അൻവറും ഇന്ന് തലസ്ഥാനത്തുണ്ടാകും. എന്തായിരിക്കും ഈ യോഗത്തിലെ ഒരു അന്തിമ തീരുമാനം എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാത്തിരിക്കുന്നത്. കാരണം രണ്ട് തട്ടിലാണ് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഉള്ളത്. ഒന്ന്, സതീശിനെ അനുകൂലിക്കുന്നവരും അൻവറിനോട് കടുത്ത എതിർപ്പ് പുലർത്തുന്നതുമായ ഒരു വിഭാഗം നേതാക്കളുണ്ട്. ഇവർക്ക് അൻവറിൻ്റെ മുൻകാല ചെയ്തികൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമായും വിമർശിക്കുന്നത്. ഒന്ന്, പ്രതിപക്ഷ നേതാവിനെതിരെ 100 കോടി രൂപയുടെ ആരോപണം ഉന്നയിച്ചത്, ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയത്, രാഹുൽ ഗാന്ധിയെ വളരെ മോശമായ ഭാഷയിൽ അപമാനിച്ചത് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറുപക്ഷത്ത് കെ സുധാകരനെ പോലെയുള്ള നേതാക്കൾ, അവർക്കൊപ്പം അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ വി.ഡി. സതീശിൻ്റെ വിരുദ്ധരായി നിൽക്കുന്ന ചില നേതാക്കളൊക്കെ അൻവർ മുന്നണിയിലേക്ക് വരുന്നതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രിക്ക് എതിരെ ഇത്ര വലിയ പരാമർശങ്ങളൊക്കെ നടത്തിയ ഒരു നേതാവിന് ഒന്ന്, പിന്നെ അതിനോടൊപ്പം തന്നെ മലപ്പുറത്ത് അൻവറിനുള്ള നിർണായകമായ ഒരു സ്വാധീനം, മുസ്ലിം വോട്ട് ബാങ്കിനിടയിലുള്ള ഒരു സ്വാധീനം, ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ഈ നേതാക്കൾ അൻവർ വരുന്നതിനെ അനുകൂലിക്കുകയും ചെയ്യുന്നു. ഒപ്പം കെ സുധാകരന് അൻവറിനോടൊരു അടുത്ത സൗഹൃദമുണ്ട്. ഈ സൗഹൃദവും അൻവറിനെ കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ യു.ഡി.എഫിലേക്ക് എത്തിക്കുന്നതിൽ ഒരു അനുകൂല തീരുമാനമെടുക്കാൻ ഒരു ഭാഗം നേതാക്കളെ പ്രേരിപ്പിക്കുന്നു. എന്തായാലും മുൻകാല വിഷയങ്ങൾ തന്നെയാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. അതുപോലെ കോൺഗ്രസ് അൻവറിനെതിരെ ഒരു സമരപാതയിലേക്ക് വരെ നീങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് തടയണ പ്രശ്നവും അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ നിയമസഭയിലും മറ്റുമെല്ലാം ഉന്നയിച്ച നേതാക്കൾ തന്നെയാണ് ഈ കോൺഗ്രസിൽ പലതും. അപ്പോൾ നിയമസഭയിൽ അൻവറുമായി നേരിട്ട് വാഗ്വാദവും ഏറ്റുമുട്ടലുകളും വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ എങ്ങനെ മുന്നണിയിലേക്ക് കൊണ്ടുവരുമെന്നുള്ളൊരു ചോദ്യം ഇവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെയാണ് മലപ്പുറത്തും നിലമ്പൂരിലുമൊക്കെയുള്ള പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരവും ആര്യാടൻ ഷൗക്കത്തിനെ പോലെയുള്ള നേതാക്കളുടെ ഒരു നിലപാടൊക്കെ. ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി നിലമ്പൂർ സീറ്റ് കോൺഗ്രസ് ഏതാണ്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. അപ്പോഴാണ് ഇത്തരത്തിൽ അൻവറിൻ്റെ ഒരു എൻട്രിക്കുള്ള സാധ്യത നിലനിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ പോലൊരു നേതാവിനെ പിണക്കിക്കൊണ്ട് അൻവറിന് ആ സീറ്റ് നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യം, അതിനുള്ള സാധ്യതകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കോൺഗ്രസ് വിശദമായി ചർച്ച ചെയ്യണമെന്ന് എല്ലാ വിഭാഗം നേതാക്കളും ആവശ്യപ്പെടുന്നു. അപ്പോൾ അൻവർ വരികയാണെങ്കിൽ ഏത് വിധത്തിലായിരിക്കും അൻവറിൻ്റെ യു.ഡി.എഫ് പ്രവേശനം എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യു.ഡി.എഫിലെ ഒരു ഘടകകക്ഷിയായിട്ടാണോ അൻവർ വരാൻ പോകുന്നത്? അങ്ങനെയെങ്കിൽ അൻവർ ഇപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അൻവറിൻ്റെ DMK ഒരു സംഘടന മാത്രമാണ്. അപ്പോൾ അൻവർ പുതുതായി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് യു.ഡി.എഫിലേക്ക് വരുമോ, അതോ യു.ഡി.എഫിലെ ഏതെങ്കിലും ഒരു കക്ഷിയിൽ ചേർന്ന് പ്രവർത്തിച്ച് അത് അങ്ങനെ ഒരു പാർട്ടി പ്രവർത്തകരായി നിന്നുകൊണ്ട് യു.ഡി.എഫിൻ്റെ ഒരു ഭാഗമാകുമോ അൻവർ എന്നുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. അതോടൊപ്പം അൻവർ വരികയാണെങ്കിൽ ആ നഷ്ടം ആര് സഹിക്കണമെന്നുള്ള ചോദ്യമുണ്ട്. മലപ്പുറത്തെ 16ഓളം വരുന്ന സീറ്റുകളിൽ ഏതാണ്ട് 4 മാത്രമാണ് നിലവിൽ കോൺഗ്രസ് മത്സരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു സീറ്റ് കൂടി വിട്ടുകൊടുക്കുകയാണെങ്കിൽ കോൺഗ്രസിന് ആ ജില്ലയിലെ ഒരു പ്രാതിനിധ്യം അത് വീണ്ടും കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ആരാ നഷ്ടം വഹിക്കണം എന്നുള്ള ഒരു ചോദ്യം കൂടി കോൺഗ്രസിലെ ചില നേതാക്കൾ മുന്നിൽ വെക്കുന്നുണ്ട്. അതൊക്കെ ഈ ലീഗിൻ്റെ സമ്മർദ്ദ തന്ത്രത്തിന് വഴങ്ങി നിലമ്പൂരിൽ മത്സരിക്കുന്ന അൻവറായി വരുമ്പോൾ ആ സീറ്റ് നഷ്ടം കോൺഗ്രസിനുണ്ടാകും. അങ്ങനെയൊന്നുമുള്ളൊരു സാഹചര്യം ഉണ്ടാക്കരുതെന്ന് ഒരു ഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെയാണ് ലീഗ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി യു.ഡി.എഫിൽ പുലർത്തുന്ന ഒരു സമ്മർദ്ദമുണ്ട്. മുന്നണിയിലെ ശക്തനാര് എന്നൊക്കെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ മുന്നണിയിൽ ആർക്കാണ് ഏറ്റവും പ്രബലർ എന്ന രീതിയിലുള്ള ഒരു
ഒരു ശക്തി പ്രകടനം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അങ്ങനെ ലീഗിൻ്റെ ഒരു സമ്മർദ്ദത്തിന് ഇക്കാര്യത്തിൽ വഴങ്ങരുത് എന്ന് പറയുന്ന നേതാക്കളുണ്ട്. കാരണം ഇനി വഴങ്ങിയാൽ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോൾ ലീഗ് കൂടുതൽ സീറ്റുകൾ ക്ലെയിം വെക്കാം, ഉപമുഖ്യമന്ത്രി സ്ഥാനം പോലെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ആവശ്യങ്ങളൊക്കെ കൂടുതലായി ഉപയോഗത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോഴൊക്കെ ഈ ക്ലെയിമുകളെല്ലാം അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നും ഒരു ഭാഗം നേതാക്കൾ പറയുന്നു. അങ്ങനെ പലവിധ വിഷയങ്ങൾ നിലനിൽക്കുന്നു, പലവിധ രാഷ്ട്രീയ ഫോർമുലകൾ നിലനിൽക്കുന്നു. പക്ഷേ മുന്നണി വിപുലീകരണം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി മുസ്ലിം ലീഗും ചില ഘടകകക്ഷികളെങ്കിലും കോൺഗ്രസിൽ സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. മുന്നണി വിപുലീകരണം ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കരുതുന്ന നേതാക്കളുണ്ട്. അങ്ങനെ ഒട്ടനവധി രീതിയിലുള്ള ചർച്ചകൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിൽ ഇന്ന് ചേരുന്ന ഈ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ, KPCC ഭാരവാഹി യോഗത്തിൽ ഒരുപക്ഷെ ഈ വിഷയം ചർച്ചയ്ക്ക് വരികയും ഒരു ഫോർമുല മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. കൃഷ്ണരാജ്. ശരി, PV അൻവർ UDF-ലേക്ക് വരുന്നതിൽ കോൺഗ്രസിലാണ് ഭിന്നത. അൻവർ DMK ആണെന്ന് പറയുന്നു, ലീഗാണ് ഇതിന് മുൻകൈ എടുക്കുന്നത്. അപ്പോഴും അടി കോൺഗ്രസിലാണ് എന്ന് ഓർക്കണം. കാരണം സീറ്റ് കൈവിട്ടു പോകുമോ എന്ന ആശങ്കയാണ് അവർക്കുള്ളത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ കൂടെ നിന്ന് കോൺഗ്രസ് നേതാക്കളെ അങ്ങേയറ്റം വിമർശിച്ച ഒരാൾ വളരെ പെട്ടെന്ന് UDF-ലേക്ക് വരുന്നത് എങ്ങനെ സ്വീകരിക്കേണ്ടതാണ് എന്ന ചർച്ചയാണ് ഒരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. വിവരങ്ങൾ ഇനിയിപ്പോൾ ഈ ജനുവരി 17 ബജറ്റ് സമ്മേളനം തുടങ്ങുകയാണ്. അപ്പോൾ ഏത് തലത്തിലിരുന്നു കൊണ്ട്, ഏത് സൈഡിലിരുന്നു കൊണ്ടായിരിക്കും ഇനി ഏതായാലും മുഖ്യമന്ത്രിക്ക് വിരുദ്ധമായി തന്നെ ആയിരിക്കും അൻവർ സംസാരിക്കുക. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. വീട് വളഞ്ഞൊക്കെ വലിയൊരു ഷോ നടത്തി അറസ്റ്റ് ചെയ്തതാണല്ലോ, പിറ്റേന്നിറങ്ങി വരികയും ചെയ്തു. ഏതായാലും ഞാൻ പുറത്തു വന്നാൽ കാണിച്ചു തരാം എന്നായിരുന്നു അൻവർ എന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും എതിരെ പറയേണ്ടതൊക്കെ പറയും അൻവർ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല.